1920കളിലെ പിറവിയെ ULCC അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. സാമൂഹിക പ്രതിബദ്ധതയിൽ അനിവാര്യമായിരുന്നു ആ സംഘം ചേരൽ. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സൊസൈറ്റിയായി മാറിയ കോഴിക്കോട്ടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് ലോകത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് പോലും വിസ്മയവും പാഠ്യവിഷയവുമാകുന്നു. ഇത് 1925 ഗുരുദേവൻ സ്ഥാപിച്ച സ്ഥാപനമാണെന്നറിയല്ലോ. നമ്മൾ ആ ആശയങ്ങൾക്ക് ഒരു മൂല്യശോഷണം വരുത്താതെ എന്ത് പ്രവൃത്തിയും ഏറ്റെടുക്കുന്ന പ്രവൃത്തിയായാലും അല്ലെങ്കിൽ വാക്കായാലും പ്രവൃത്തിയായാലും എന്ന് പറയുന്ന പോലെ അത് അതിൽ സത്യസന്ധത ഉണ്ടാവുക. എന്താണോ ഉദ്ദേശിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഉദ്ദേശിച്ചത്, അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് കിട്ടുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്ട്രക്ചറിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കുക, ഡെലിവറിയിലും പെർഫോമൻസിലും കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ടാക്കുക. ഐക്യരാഷ്ട്രസഭയുടെ വരെ കൈയടി നേടിയ ഊരാളുങ്കൽ ആ അസാധ്യ മോഡൽ കെട്ടിപ്പടുക്കിയത് എളിമയാർന്ന ഔന്നിത്യം കൊണ്ടുകൂടിയാണ്. തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി വിപ്ലവം ജ്വലിച്ച കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ അങ്ങേയറ്റം പ്രൊഫഷണലിസവും ടൈം മാനേജ്മെന്റും അസാമാന്യമായ പെർഫെക്ഷനും കാഴ്ചവെക്കുന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ടായി എന്നത് ആശ്ചര്യപ്പെടുത്താം. അന്ന് തൊഴിൽ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ്. ആ മൂല്യശോഷണമില്ലാതെ നമ്മളെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അത് ഏറ്റെടുക്കുന്ന പ്രവൃത്തിയായാലും നമുക്ക് കറക്റ്റ് ടൈമിന് അല്ലെങ്കിൽ ബിഫോർ ടൈമിന് ചെയ്തു കൊടുത്തവർക്ക് ആർക്കും ഒരു പരാതി പറയാനില്ലാത്ത അവസ്ഥയിൽ 100% എന്ന് പറയാൻ പോലെ ക്വാളിറ്റി സ്റ്റാൻഡേർഡിലും ചെയ്തു കൊടുക്കും. 1920കളിലെ സാമൂഹിക സാഹചര്യങ്ങളോട് പൊരുതി അടിസ്ഥാന വർഗത്തിന്റെ തൊഴിൽ സംരക്ഷിക്കാനായി ഊരാളുങ്കൽ സൊസൈറ്റി രൂപം കൊണ്ടു. നവോത്ഥാന ഏടിലെ നാഴികക്കല്ലായി പിന്നീട് ഊരാളുങ്കൽ വളർന്നത് ചരിത്രം. ഓരോ പ്രോജക്റ്റ് വരുമ്പോൾ നമ്മൾ പ്ലാനിങ് വളരെ ഭയങ്കരമായിട്ട് പ്രീ പ്ലാനിങ്ങും പ്ലാനിങ്ങും. ഒരു വർക്ക് തുടങ്ങുന്നതിൻ്റെ മുമ്പേ എന്തൊക്കെ ആലോചിക്കണം, വർക്ക് തുടങ്ങിയാൽ എത്ര മാസം കൊണ്ട് തീർക്കണം, എൻ്റയർ മെറ്റീരിയൽസിൽ മെഷീനറി എല്ലാം നമ്മൾ എൻ്റയർ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അനുഭവം കുറേ ഉണ്ട്. കേവലം റോഡ് പണിയിൽ നിന്ന് ഫ്ളാറ്റുകളും ഫ്ലൈ ഓവറുകളും വമ്പൻ കോർപ്പറേറ്റ് ബിൽഡിങ്ങുകളും നിർമ്മിക്കുകയും പിന്നെ ആധുനികതയുടെ പര്യായമായ IT-യിൽ ഒരു മുഴം മുമ്പേ സ്ഥാനമുറപ്പിച്ച ഊരാളുങ്കൽ സൈബർ പാർക്കും. ഞാൻ എപ്പോഴും പറയാം, നിങ്ങൾ 9 ആണെങ്കിൽ ഞാൻ 0, 9 ഇപ്പുറം 0 ഇട്ടാൽ 90 ആയി. ഇപ്പം വാല്യൂ കൂടിയില്ലേ? അതുപോലെയാണ് നമുക്കറിയാത്ത ഫീൽഡിൽ നമുക്കറിയാവുന്ന ആളെ അഡ്വൈസ് വാങ്ങിക്കുക എന്നുള്ളത്. നമുക്ക് ഈഗോ ഇല്ലാതെ നമ്മൾ ഏത് അത് എഡ്യൂക്കേഷനായാലും IT ആയാലും കാർഷിക മേഖലയിലായാലും അല്ലെങ്കിൽ നമ്മളെ ഫൗണ്ടേഷൻ്റെ മേഖലയിൽ ഏത് മേഖലയിലും എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള ആൾക്കാരെ കൂട്ടുപിടിച്ച് ഇതാണല്ലോ ഈസി ആയിട്ട് നടക്കുന്നത്. 10,000-കണക്കിന് പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകുന്ന ഊരാളുങ്കൽ സൊസൈറ്റി അവഗണിക്കാനാകാത്ത വിസ്മയമായി മാറുന്നത് ഇങ്ങനെയാണ്. തൊഴിലാളികൾക്ക്, കുടുംബങ്ങൾക്ക് ഇന്ന് വീട് വേണം, വിദ്യാഭ്യാസം, മക്കൾക്ക് വിദ്യാഭ്യാസം ചെയ്യണ നല്ല പൈസ വേണം, ആരോഗ്യം. അപ്പോൾ ഇതൊക്കെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേതനം അവന് ഒരു നല്ല മനസ്സുണ്ടാക്കി കൊടുക്കാൻ ഒരു വശത്ത് സാധിക്കുകയും ഒരു വശത്ത് പബ്ലിക്കിൻ്റെ നമ്മളെ ഗുഡ് വില്ല് കൊണ്ടുണ്ടാവുന്ന കയ്യടി വാങ്ങിക്കുകയും ഏത് ഗവൺമെൻറ് മാറി മാറി വന്നാലും ഇവിടുത്തെ വികസനത്തിൽ ഊരാളുങ്കൽ വേണമെന്നുള്ള തരത്തിലെത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കത് വിജയിക്കാൻ സാധിച്ചത്.